വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെന്റ് ഓഫ് ഫെർട്ടിലിറ്റി എന്ന ടോപ്പിക്കാണ്. മെഷർമെന്റ് ഓഫ് ഫെർട്ടിലിറ്റി ഇൻവോൾവ്സ് വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ഹെൽപ് ഡെമോഗ്രാഫേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ ഓഫ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലെ റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന മെഷർമെന്റുകളാണ് ഫെർട്ടിലിറ്റി മെഷർമെന്റ്. പ്രധാനമായിട്ട് ഇത് നമ്മൾ ഈ മെഷർമെന്റിൽ ഇതിനെ ക്വാണ്ടിഫൈ ചെയ്യാണ്, ഫെർട്ടിലിറ്റിയെ ക്വാണ്ടിഫൈ. അതിൽ ഒന്നാമത്തതാണ് ക്രൂഡ് ബർത്ത് റേറ്റ്. ക്രൂഡ് ബർത്ത് റേറ്റ് simple measure that shows how many live babies are born in a given population during 1 year expressed as a number of birth per 1000 people. ആ ഒരു പ്ലേസിലെ, ഒരു ജോഗ്രഫിക്കൽ റീജിയനിലെ 1000 ആളുകൾക്ക് എത്ര കുട്ടികൾ ജനിച്ചു, ഒരു ഇയറിൽ എത്ര കുട്ടികൾ ജനിച്ചു എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് പറയാ, ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഒരു ജോഗ്രഫിക് റീജിയനിൽ അവിടുത്തെ പോപ്പുലേഷനിൽ 1000 ആളുകൾക്ക് എത്ര കുട്ടികൾ ജനിച്ചു എന്നുള്ളതാണ് ക്രൂഡ് ബർത്ത് റേറ്റ്. ഇറ്റ് ഗിവ്സ് എ ക്വിക്ക് സ്നാപ്ഷോട്ട് ഓഫ് ദ ഫെർട്ടിലിറ്റി ലെവൽ ഓഫ് ദ എൻറ്റയർ പോപ്പുലേഷൻ. എൻറ്റയർ പോപ്പുലേഷൻ ഫെർട്ടിലിറ്റി ലെവൽ മനസ്സിലാക്കുന്നത് സഹായിക്കും. ഒരു ഉദാഹരണം പറയാണ്, ഇന്ത്യയിലെ ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ, 1000 ആളുകളുണ്ടെങ്കിൽ 100 കുട്ടികൾ ജനിച്ചു. പാകിസ്ഥാനത്തത് 110 ആണെങ്കിൽ അവിടെ 1000 ആളുകൾക്ക് 110 ആളുകൾ ജനിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇന്ത്യനെക്കാട്ടിലും ബർത്ത് റേറ്റ് കൂടുതൽ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് അർത്ഥം ദ ക്രൂഡ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് അഡ്ജസ്റ്റഡ് ഓഫ് എനി ഫാക്ടേഴ്സ് ലൈക്ക് ഏജ് ഓർ സെക്സ്. ക്രൂഡ് എന്ന് പറയാൻ കാരണം അത് ഏജിന്റെ അടിസ്ഥാനത്തിലോ സെക്സിന്റെ അടിസ്ഥാനത്തിലൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇറ്റ് ജസ്റ്റ് കൺസിഡർ ടോട്ടൽ ബർത്ത് റിലേറ്റഡ് ടു ദ എൻറ്റയർ പോപ്പുലേഷൻ സൈസിൽ എത്ര ബർത്ത് ഉണ്ടായിട്ടുണ്ട്, വിതൗട്ട് കൺസിഡറിങ് ഓൺലി പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ മാത്രമേ ഇത് നോക്കുന്നുള്ളൂ. ഇതിന് പോപ്പുലേഷനിൽ ഒരു പോർഷനെ കൺസിഡർ, പ്രത്യേകിച്ച് വുമൺ ആണ് ബർത്ത് ചെയ്യുന്ന ആളുകൾ, കുട്ടികളെ പ്രസവിക്കുന്ന ആളുകൾ, അവരുടെ ഏജ് ഗ്രൂപ്പ് ഒന്നും ഇതിൽ കൺസിഡർ ചെയ്യില്ല. ബിക്കോസ് ഓഫ് ദിസ് ഇറ്റ് ഈസ് എ ബേസിക്സ് മെഷർ ആൻഡ് ക്യാൻ സംടൈം ബി മിസ്ലീഡിംഗ് ഇഫ് ദ പോപ്പുലേഷൻ ഹാസ് എ അൺയൂഷ്വൽ ഏജ് സ്ട്രക്ചർ. ഒരു ഏരിയയിലെ പോപ്പുലേഷനിൽ കൂടുതൽ സ്ത്രീകളാണെന്ന് കരുതുക, അവിടെ ക്രൂഡ് ബർത്ത് റേറ്റ് കൂടുകയാണ് ചെയ്യുക. ഇനി ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് CBR നമ്പർ ഓഫ് ലിവ് ബർത്ത് ഇൻ ഇയർ. ഒരു വർഷത്തിൽ എത്ര കുട്ടികൾ ജനിച്ചു, ടോട്ടൽ മിഡ് ഇയർ പോപ്പുലേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ആവറേജ് പോപ്പുലേഷൻ ഓഫ് 1 ഇയർ, ഒരു വർഷത്തെ ആവറേജ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ടോട്ടൽ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഗുണിക്കുകയാണ് ചെയ്യുക. ടോട്ടൽ ലീവ് ബർത്ത് ഒരു വർഷത്തിൽ ഒരു പ്രദേശത്തെ മിഡ് ഇയറിലെ പോപ്പുലേഷൻ 50,000 ആണ്. അവിടെ 1200 കുട്ടികൾ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 1200 ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 1000 24 ബർത്ത് പെർ 1000 പോപ്പുലേഷൻ. അതിനർത്ഥം 1000 ആളുകൾക്ക് 24 കുട്ടികളാണ് ജനിക്കുന്നതെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1000 ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ 24 കുട്ടികൾ, മറ്റൊരു 1000-ന് 24 എന്നാണ് അതുകൊണ്ട് അർത്ഥം. ദിസ് മീൻസ് ദാറ്റ് എവറി 1000 പീപ്പിൾ ഇൻ ദ ടൗൺ ദർ ആർ 24 ലീവ് ബർത്ത് ഇൻ ദാറ്റ് ഇയർ. ഇനി CBR എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? പോപ്പുലേഷൻ ഗ്രോത്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ഒരു പ്രദേശത്തെ ഹെൽത്ത് ആൻഡ് പ്ലാനിങ്ങിന് ഇത് വളരെയധികം സഹായകരമാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിമാൻഡ് ഫോർ മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സർവീസ്. എത്ര അവിടെ കൂടുതൽ കുട്ടികൾ ഹെൽത്ത് ഫെസിലിറ്റി കൂടുതൽ വേണ്ടി വരും. മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സർവീസ് അവിടെ ഉണ്ടാവും. അവിടെ ഗൈനക്കോളജിസ്റ്റിന്റെ ഒക്കെ എണ്ണം, അവർക്കുള്ള ഡിമാൻഡ് കൂടും. ഓക്കെ, അതിന്റെ അതുകൊണ്ട് CBR അറിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ ഉള്ള പോളിസികളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. കമ്പാരിസൺ യൂസ് ടു കമ്പയർ ബർത്ത് ലെവൽ ബിറ്റ്വീൻ ഡിഫറെന്റ് റീജിയൻ ഓർ ഡിഫറെന്റ് കൺട്രീസ്. ഡിഫറെന്റ് റീജിയൻ, ഡിഫറെന്റ് കൺട്രീസിലെയും ബർത്ത് ലെവൽ അറിഞ്ഞുകൊണ്ട് നമുക്കത് കമ്പാരിസൺ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഏജ് സ്ട്രക്ചറിന്റെ ബേസിൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇനി സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് live birth to woman, number of live birth to women in a specific age group per 1000 women that age group during a given year. എന്ന് പറഞ്ഞാൽ 1000 സ്ത്രീകൾക്ക് എത്ര കുട്ടികൾ ജനിച്ചു എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ 1000 സ്ത്രീകൾ എടുക്കുക ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിൽ, ആ ഏജ് ഗ്രൂപ്പിലുള്ള എത്ര കുട്ടികൾ ജനിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പ് എടുക്കാം. ചൈൽഡ് ബിയറിംഗ് ഏജ് 20 to 24. ആ 20 to 24 ഏജ് ഗ്രൂപ്പിനിടയിൽ എത്ര കുട്ടികൾ ജനിച്ചു. അടുത്ത് 25 to 29 അടുത്തൊരു ഏജ് ഗ്രൂപ്പ്. അപ്പൊ ഇതിന് നമുക്ക് ഓരോ ഗ്രൂപ്പിലുള്ള ഫെർട്ടിലിറ്റി റേറ്റ് മനസ്സിലാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ഡെമോഗ്രാഫേഴ്സ് ഏജ് ഗ്രൂപ്പ്സ് കോൺട്രിബ്യൂട്ട് മോസ്റ്റ് ബർത്ത്. ഏത് ഏജ് ഗ്രൂപ്പാണ് കൂടുതൽ കുട്ടികൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ ഇതിൽ നിന്ന്, അതേപോലെ പ്ലാനിങ്, മെറ്റേണൽ പ്ലാനിങ്ങും അതേപോലെ തന്നെ ചൈൽഡ് ഹെൽത്ത് സർവീസിനൊക്കെ അതിനൊക്കെ ഇത് സഹായകരമാണ്. നമ്പർ ഓഫ് ലീവ് ബർത്ത് ടു വുമൺ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് എ ഗിവൺ
ജോഗ്രഫിക് ഏരിയ ഡ്യൂറിങ് എ ഗിവൺ ഇയർ, ഒരു ഗിവൺ ഇയറിൽ എത്ര കുട്ടികൾ ജനിച്ചു സ്ത്രീകൾക്ക്. മീഡിയർ ഫീമെയിൽ പോപ്പുലേഷൻ ഓഫ് ദ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് ഇൻ ദ ഗിവൺ ജോഗ്രഫിക് ഏരിയ ഡ്യൂറിങ് എ ഗിവൺ ഇയർ ഇൻറ്റു 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ ജനിച്ചു ഡിവൈഡഡ് ബൈ എത്ര സ്ത്രീകൾ ഉണ്ട് ആ ഏജ് ഗ്രൂപ്പിൽ ഇൻറ്റു 1000. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ 20 to 24 ഏജ് ഗ്രൂപ്പ് എടുത്ത് അതിൽ 1 ഇയറിൽ 300 കുട്ടികൾ ജനിച്ചു. അടുത്ത സ്ത്രീകളുടെ 5000 സ്ത്രീകളാണ് അപ്പുറത്തെ 20 to 24 ഏജ് ഗ്രൂപ്പിലുള്ളത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിലെടുക്കുക നമ്പർ ഓഫ് ലീവ് ബർത്ത് 300 ഡിവൈഡ് ബൈ 5000 ഇൻറ്റു 1000 ഈക്വൽ ടു 60 ബർത്ത് പെർ 1000 വുമൺ ഏജ് ഇൻ 20 to 24. 20 to 24 സ്ത്രീകൾക്ക് 1000 സ്ത്രീകൾക്ക് 60 കുട്ടികളാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ ജനിച്ചു ഡിവൈഡഡ് ബൈ എത്രയാണ് ഫീമെയിൽ പോപ്പുലേഷൻ ആ ഏജ് ഗ്രൂപ്പിൽ. ഓക്കെ, ഇനി അടുത്ത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് മെഷേഴ്സ് ദ നമ്പർ ഓഫ് ലീവ് ബർത്ത് പെർ 1000 വുമൺ ഓഫ് റീപ്രൊഡക്റ്റീവ് ഏജ് ഇൻ എ ഗിവൺ ഇയർ. ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് എത്ര കുട്ടികൾ ജനിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാം. അൺലൈക്ക് ദ ക്രൂഡ് ബർത്ത് റേറ്റ് വിച്ച് കൺസിഡർ ടോട്ടൽ പോപ്പുലേഷൻ, എന്നാൽ ഇവിടെ ഒരു സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷൻ ആണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ബയോളജിക്കലായിട്ട് ബർത്ത് ചെയ്യാൻ കഴിയും, കുട്ടികൾ ഉണ്ടാക്കാൻ പ്രഗ്നൻസി കഴിയുന്ന സ്ത്രീകളെയാണ് ഇവിടെ ആ ഏജ് ഗ്രൂപ്പാണ് എന്ന് പറയാം. 50 to 49 ആണ് നമ്മൾ ചൈൽഡ് ബിയറിംഗ് ഏജ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് മോർ അക്യുറേറ്റ് മെഷേഴ്സ് ഫെർട്ടിലിറ്റി ദാൻ CBR. CBRനെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി മെഷർ ബിക്കോസ് ഇറ്റ് എക്സ്ക്ലൂഡ് മാൻ. ഇതിൽ ആണുങ്ങളെ ഒഴിവാക്കുന്നുണ്ട്. ആൻഡ് ചിൽഡ്രൻ ഹു കനോട്ട് ഗീവ് ബർത്ത്, അവർ കുട്ടികൾ ബർത്ത് ചെയ്യാൻ കഴിയാത്തവരാണ്. ഹെൽപ്സ് ഇൻ അനലൈസിംഗ് ഫെർട്ടിലിറ്റി ട്രെൻഡ്സ് ആൻഡ് പ്ലാനിങ് മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസ്. ഓക്കെ, മദർ ഹെൽത്ത് ചൈൽഡ് സർവീസിന് അല്ലെങ്കിൽ മദർ ചൈൽഡ് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായകരമാണ്. അതേപോലെ തന്നെ ഡിഫറെന്റ് പോപ്പുലേഷനിൽ ഡിഫറെന്റ് റീജിയനിലുള്ള ഡിഫറെന്റ് ഏജ് സ്ട്രക്ചറിലുള്ള ഫെർട്ടിലിറ്റി റേറ്റ് മനസ്സിലാക്കാൻ ഇത് സഹായകരമാണ്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലീവ് ബർത്ത് ടു വിച്ച് ഒക്കേഡ് എമംഗ് പോപ്പുലേഷൻ ഓഫ് എ ഗിവൺ ജോഗ്രഫിക് ഏരിയ ഡ്യൂറിങ് എ ഗിവൺ ഇയർ. ഒരു ഏരിയയിൽ എത്ര കുട്ടികൾ ജനിച്ചു ഡിവൈഡഡ് ബൈ മീഡിയർ ഫീമെയിൽ പോപ്പുലേഷൻ ഓഫ് ഏജ് 50 to 49, 15 മുതൽ 49 ഇടയിലുള്ള സ്ത്രീകളുടെ എണ്ണം, മീഡിയറിലെ എണ്ണമാണ് അവിടെ എടുക്കുന്നത് ഡിവൈഡഡ് ബൈ ഓക്കെ ഇൻറ്റു 1000. നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ലീവ് ബർത്ത് ഇൻ 1 ഇയർ, ഒരു വർഷത്തിൽ 1200 ആണ് ലീവ് ബർത്ത്. അവിടെയുള്ള വുമന്റെ എണ്ണം 10,000 ആണ്. വുമന്റെ എണ്ണം 10,000 ആണ് 15 to 49 വയസ്സിനിടയിൽ. അപ്പൊ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ ആയിട്ട് 1200 ഡിവൈഡ് ബൈ 10,000. ടോട്ടൽ ആണ് അടിയിൽ കൊടുക്കേണ്ടത്, മേലെ കൊടുക്കേണ്ടത് എത്ര കുട്ടികൾ, എല്ലായിടത്തും കുട്ടികളാണ്, കുട്ടികളുടെ എണ്ണമാണ് കൊടുക്കുന്നത് ഇൻറ്റു 1000. അപ്പൊ നമുക്ക് 120 കിട്ടും. അതിന് അർത്ഥമാക്കുന്നത് 1000 സ്ത്രീകൾക്ക് 120 കുട്ടികൾ ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അർത്ഥം ഒരു വർഷത്തിൽ ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എ വുമൺ ഈസ് എക്സ്പെക്ട് ടു ഗിവ് ബർത്ത് ടു ഡ്യൂറിങ് ഹെർ ലൈഫ് ടൈം. ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ ഇടയിൽ ആവറേജ് എത്ര കുട്ടികൾ ബർത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഇതാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഇഫ് ഷീ എക്സ്പീരിയൻസ് ദ കറന്റ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ത്രൂ ഔട്ട് ദ റീപ്രൊഡക്റ്റീവ് ഇയേഴ്സ്. റീപ്രൊഡക്റ്റീവ് ഇയേഴ്സിനിടയിൽ എത്ര കുട്ടികൾ, ഒരു ആവറേജ് എത്ര കുട്ടികൾ ഒരു പ്രദേശത്ത് ജനിക്കുന്നുണ്ട്, ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ 50 to 49 ഇയേഴ്സിന് ഇടയിലുള്ള സ്ത്രീകൾക്ക്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് കോംപ്രഹെൻസീവ് പിക്ചർ ഓഫ് ഫെർട്ടിലിറ്റി ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലെ ഫെർട്ടിലിറ്റി നിരക്ക് മനസ്സിലാക്കുന്ന കോംപ്രഹെൻസീവ് പിക്ചർ ഇതുകൊണ്ട് നൽകുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ. ഇത് പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ എന്നൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇറ്റ് ഹാസ് എസ്റ്റിമേറ്റ് വെദർ എ പോപ്പുലേഷൻ ഈസ് റീപ്ലേസിംഗ് ഇറ്റ്സെൽഫ്. പോപ്പുലേഷൻ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി ഈസ് അബൌട്ട് 2.1 ചിൽഡ്രൻ പെർ വുമൺ. ഓക്കെ, യൂസ്ഫുൾ ഫോർ പോളിസി മേക്കിങ്ങിന് ഇത് യൂസ്ഫുൾ ആണ്. പോപ്പുലേഷൻ പ്രൊട്ടക്ഷന് ഇത് യൂസ്ഫുൾ ആണ്. പ്ലാനിങ്ങിന് ഇത് യൂസ്ഫുൾ ആണ്. ആദ്യം ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് മെഷർ ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഇൻറ്റു ലെങ്ത് ഓഫ് ഏജ് ഇന്റർവെൽ. ഏജ് ഇന്റർവെൽ ഓരോ ഏജ് സ്പെസിഫിക് നമ്മൾ എടുത്ത ഇന്റർവെൽ എത്ര, നമ്മൾ എടുത്തത് 90 to 24 5 ആണ് അതിന്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുക. സപ്പോസ് ദ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് പെർ 1000 വുമൺ ഫോർ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലെ 1000 വുമണിലെ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചില കേസിൽ ടോട്ടൽ പോപ്പുലേഷൻ തരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് കാണേണ്ടി വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, TFR കാണാൻ പറ്റും. അപ്പോൾ 40, 120, 15 to 19 വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് ജനിക്കുന്നത് 40 ആണ്.
1000 സ്ത്രീകൾക്ക് 20-24 120 ആണ്, 22-29 25-110 30-34 70 35-30 30 40-44 10 45-49 2 ഇനി അത് ആഡ് ചെയ്യാം. അപ്പൊ 382 കിട്ടും. എന്നിട്ട് 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 1910 എന്ന് കിട്ടും. 1910 5 × 380 ഡിവൈഡഡ് ബൈ 1000 1000 കൊണ്ട് ഹരിക്കാം. അപ്പൊ 1910 ഡിവൈഡ് ബൈ 1000 ഈക്വൽ ടു 1.91 ചിൽഡ്രൻ പെർ വുമൺ. ഓരോ വുമണിനും ആവറേജ് എന്ന് പറയുന്നത് 1.91. ചില ആളുകൾക്ക് അതിൽ കൂടുതലും, ചില ആളുകൾക്ക് അതിൽ കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. On average, a woman in this population would have about 1.91 children during her reproductive years if current fertility rates stay the same. ഓക്കെ, ഇനി TFR 2.1 എന്ന് മനസ്സിലാക്കുക പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. എന്നാൽ 2.1 കുറവാണെങ്കിൽ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യാണ് ടൈം പീരീഡിന് അടിസ്ഥാനത്തിൽ. ഇനി ഇതിൽ റീപ്രൊഡക്ഷൻ റേറ്റ് ഉണ്ട്, ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് ഉണ്ട്, നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് ഉണ്ട്. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് മെഷേഴ്സ് ദ ആവറേജ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് a woman would bear during her reproductive years. റീപ്രൊഡക്റ്റീവ് ഇയേഴ്സിൽ എത്ര പെൺകുട്ടികൾക്ക് ജനനം കൊടുക്കുന്നുണ്ട്, അതാണ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയും. പെൺകുട്ടികളാണ് വീണ്ടും റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത്. ഓക്കെ, അസ്യൂം ഷീ സർവൈസ് ത്രൂ ആൾ ദോസ് ഇയേഴ്സ് ആൻഡ് ദാറ്റ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ആയ സമയത്ത് അവരത് സർവൈവ് ചെയ്യുന്നുണ്ട്, ആ കാലഘട്ടം സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, unlike total fertility rate which count all children, total fertility rate full കുട്ടികളാണ് എടുക്കുന്നത്. GRR only considers doctors. ഇതിൽ പെൺകുട്ടികൾ മാത്രമേ, since only doctors grow up to the mothers and continue the population. അവരാണ് മദേഴ്സ്, അവരാണ് പോപ്പുലേഷനിൽ കണ്ടിന്യൂറ്റി കൊടുക്കുക. GRR is equal to TFR into number of female birth divided by total number of birth. അല്ലെങ്കിൽ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഫോർ വുമൺ into proportion of female birth. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.5 ആണ്. ദ പ്രൊപ്പോർഷൻ ഓഫ് ഫീമെയിൽ ബർത്ത് 0.488. 2.5 ആണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അതിൽ 0.488 ആണ് അവിടുത്തെ ഫീമെയിലിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാല് രണ്ടാള് പകുതി സ്ത്രീകളില്ല, പകുതി പെൺകുട്ടികളില്ല, 48% പെൺകുട്ടികൾ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2.5 into 0.488 is equal to 1.22 എന്ന് പറയാം. ദിസ് മീൻസ് വുമൺ എക്സ്പെക്ടഡ് ഗിവ് ബർത്ത് ടു 1.22 ഡോക്ടേഴ്സ് ഇൻ ഹർ ലൈഫ് ടൈം. അവരുടെ ലൈഫ് ടൈമിൽ 1.22 ഡോക്ടേഴ്സ് ആണ്, പെൺകുട്ടികളെയാണ് അവർ ബർത്ത് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് 1.9 എന്ന് പറയുന്നത് എന്താണ്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉൾപ്പെടും. അതിൽ പെൺകുട്ടികൾ മാത്രമായിട്ട് 1.22 ആണ്. GRR 1 ആണെങ്കിൽ പോപ്പുലേഷൻ ഈസ് റീപ്ലേസിംഗ് സെൽഫ് അസ്യൂമിങ് നോട്ട് ഡെത്ത്. ഡെത്തില്ലെങ്കിൽ അവർ റീപ്ലേസ് ചെയ്യും. ഓക്കെ, ദ പോപ്പുലേഷൻ 1 കൂടുതലാണെങ്കിൽ പോപ്പുലേഷൻ കൂടുകയാണ്. GRR 1 കുറവാണ്, പോപ്പുലേഷൻ വിൽ ഇവൻച്വലി ഡിക്ലൈൻ, അത് ഡിക്ലൈൻ ചെയ്യാണ്. GRR ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ഫീമെയിൽ മോർട്ടാലിറ്റി. ഇതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഫീമെയിലിന്റെ മോർട്ടാലിറ്റി അക്കൗണ്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ബെറ്റർ ഇൻഡിക്കേറ്റർ ദാൻ ക്രൂഡ് ബർത്ത് റേറ്റ്. ക്രൂഡ് ബർത്ത് റേറ്റിനാട്ടി ഒരു ബെറ്റർ ഇൻഡിക്കേറ്റർ ആണ്. അതിന് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് വാൻ അനലൈസിംഗ് പോപ്പുലേഷൻ റീപ്ലേസ്മെന്റ്. ഇറ്റ് ഹെൽപ്സ് പോപ്പുലേഷൻ പോളിസി പ്ലാനിങ്. പോളിസി പ്ലാനിങ്ങിന് ഇത് സഹായകരമാണ്. ഇനി അടുത്ത നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആർ വുമൺ എക്സ്പെക്ടഡ് ടു ഹാവ് ഡ്യൂറിങ് ഹെർ ലൈഫ് ടൈം അഡ്ജസ്റ്റ് ഫോർ മോർട്ടാലിറ്റി. നേരത്തെ മോർട്ടാലിറ്റി അഡ്ജസ്റ്റ് ചെയ്യാതായിരുന്നു, എന്നാൽ ഇവിടെ മോർട്ടാലിറ്റി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ജനറലിൽ ഗ്രോസിൽ എന്താണ് മോർട്ടാലിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ നെറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, മോർട്ടാലിറ്റി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എത്ര മരണനിരക്ക് അതിൽ ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് ടേക്കിംഗ് ടു അക്കൗണ്ട് പ്രോബിലിറ്റി ദാറ്റ് ഷീ മേ നോട്ട് സർവൈവ് ത്രൂ ഹർ ചൈൽഡ് ബിയറിംഗ് ഏജ് സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇത് എടുക്കുന്നത്. NRR കൺസിഡർ ബോത്ത് ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി. NRR ഫെർട്ടിലിറ്റി മോർട്ടാലിറ്റിയും എടുക്കട്ടെ, മേക്കിംഗ് ഇറ്റ് എ മോർ അക്യുറേറ്റ് മെഷർ ഓഫ് പോപ്പുലേഷൻ റീപ്ലേസ്മെന്റ് ദാൻ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിനെക്കാട്ടിയും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോപ്പുലേഷൻ റീപ്ലേസ്മെന്റ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ആണ്. NRR is equal to sigma age specific fertility rate into proportion of female birth into survival rate of women to each age group. ഓരോ ഏജ് ഗ്രൂപ്പിലെയും സർവൈവൽ റേറ്റ് എത്ര എന്നുള്ളത് ഇങ്ങോട്ട് ഇൻഡ്യൂ ചെയ്തതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ലൈഫ് ടൈം ആൻഡ് ഫെർട്ടിലിറ്റി ഷെഡ്യൂൾ. എ വുമൺ ഗിവ്സ് ബർത്ത് ടു ഡോക്ടേഴ്സ് ഓൺ ആവറേജ്. രണ്ട് കുട്ടികളാണ് ഒരു സ്ത്രീ ഇത് കൊടുക്കുന്നതെങ്കിൽ, ബട്ട് ഡ്യൂ ടു മോർട്ടാലിറ്റി ഓൺലി 80% വുമൺ സർവൈവ് ത്രൂ ദർ റീപ്രൊഡക്റ്റീവ് ഏജ്. 80% വുമണ് അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജ് സർവൈവ് ചെയ്യുന്നതെങ്കിൽ 20% ഇല്ല.
then NRR is equal to GRR into survival rate. GRR നെ survival rate കൊണ്ട് ഇൻഡു ചെയ്യാണ്. 80% ആണ് 0.8. 2 into 0.8 is equal to 1.6 ആണ്. And the NRR. NRR 1.6 ആണ് meaning each woman is effectively replacing herself. Each woman effective ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. 2 ഡോക്ടേഴ്സ് പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ 80% സ്ത്രീകൾ ചൈൽഡ് ബിയറിംഗ് ഏജ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മളെ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 1.6 ആണ്. 1.6 കൊണ്ട് അർത്ഥമാക്കുന്നത് മീനിങ് ഈച്ച് വുമൺ ഈസ് എഫക്റ്റീവ്ലി റീപ്ലേസിങ് ഹെർസെൽഫ് ആൻഡ് മോർ ഈവൻ ആഫ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഡെത്ത് എന്ന് 1.6 ആണ്. ഒന്ന് മരിച്ചാൽ 1.6 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ അവിടെ ജനിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാണെങ്കിൽ അതിനർത്ഥം എക്സാക്ട് റീപ്ലേസ്മെന്റ് ആണ്. ഒന്ന് മരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉണ്ടാവും. ഒന്നിൽ കൂടുതലാണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നുണ്ട്, ഒന്നിൽ കുറവാണെങ്കിൽ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. NRR എന്ന് പറയുന്നത് മോർ റിയലിസ്റ്റിക് ദാൻ GRR ബിക്കോസ് ഇറ്റ് കൺസിഡർ ഫീമെയിൽ മോർട്ടാലിറ്റി. ഇത് GRR കാട്ടി ഏറ്റവും ബെസ്റ്റ് ആണ്. അതിനുള്ള പ്രധാന കാരണം ഫീമെയിൽ മോർട്ടാലിറ്റി ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് പ്ലാനിങ് ഹെൽത്ത് പ്ലാനിങ്ങിന്, എഡ്യൂക്കേഷൻ, എക്കണോമിക് പോളിസിന് ഇത് സഹായകരമാണ്. ഓഫൺ യൂസ്ഡ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ അനാലിസിസിന് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്ര കാര്യമാണ് മോർട്ടാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.